റേപ്പയും എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാനത് കണ്ടിട്ടുണ്ട്. ശ്വാസം കിട്ടാതെ വീണ സമയത്ത് എന്നെ ഇത്തിരി ഉപദ്രവിച്ച ആളെന്ന് ഞാൻ പുറത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നോർമൽ ചോദ്യമായി മാറിയത്. പെണ്ണിനെ സെറ്റാക്കി തരോ, എക്സ്ട്രാ പൈസ തരാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഉള്ളത് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ പറയുന്നതിനെ പറ്റി പേര് ഇങ്ങനെ പറഞ്ഞു. പേര് ഷാക്കിറ എന്നാണ്. ഉദ്മയിൽ. പുതുമയിലത്തെ ഷാക്കിറ ഇപ്പം കുറച്ച് വൈറലായിക്കൊണ്ട് വരുന്നുണ്ട് ആള്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം തിളങ്ങി നിൽക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞെങ്കിൽ ആളിപ്പം ഫുള്ള് സോളോ ട്രിപ്പ് അടിക്കുന്ന പരിപാടിയിലാണ്. ഒറ്റക്ക് തന്നെ ട്രാവൽ ചെയ്യാം. എവിടം എത്തിന് അങ്ങനെ കുറേയൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓൾ ഇന്ത്യ ഇങ്ങനെ കവർ ചെയ്തോണ്ട് വരാണ്. പറയാനായിട്ട് അങ്ങനെ. എന്നാലും ലോങ് ഒറ്റക്ക് പോയത്? ലോങ് ഒറ്റക്ക് പോയി വെച്ചാല് ഹിമാചൽ പോയിട്ടുണ്ട്, ഡെറാഡൂൺ, കേദാർകണ്ട അവിടെയൊക്കെ ഒറ്റക്ക് പോയിട്ടുണ്ട്. ഒറ്റക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ട കാഴ്ചകള് ബാക്കിയൊക്കെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? പോയില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എല്ലാത്തിനും അതിൻ്റെതായൊരു രസമുണ്ട്. പോയില് എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറഞ്ഞെങ്കില് ഞാന് വട്ടവടയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വട്ടവടയാ? അതാണ് സ്ഥലം? മൂന്നാറിലാണ്. മൂന്നാറില്. അപ്പോ കാസർഗോഡ് ഞാനിപ്പം എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത്, ഡൗട്ട് എന്നല്ല എൻ്റെതായിട്ടുള്ളൊരിത്, നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. കാസർഗോഡ് മറ്റുള്ള ജില്ലേനെ അപേക്ഷിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് ഫ്രീഡം ഭയങ്കര കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ശരിയാണോന്ന് അറിയില്ല. അതായത് പുറത്ത് ഇറങ്ങാൻ പാടില്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ വ്ളോഗിന് വേണ്ടി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാം എടുക്കാനെല്ലാം ഉണ്ടാവും. ലാസ്റ്റ് വന്നിട്ട് പറയും അത് പറക്കുന്ന സീനാണ്, ഡിലീറ്റ് ആക്കണം എന്നെല്ലാം പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിൽക്കും, പക്ഷെ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ നിൽക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോയിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആരെങ്കിലും പോകുന്നതായിരിക്കും, ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു സെക്കൻഡ്, മില്ലി സെക്കൻഡ് ഉണ്ടാവും. അങ്ങനെ വീഡിയോ കണ്ടിട്ട് വരെ എന്നോട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നത്, അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ദൂരം പോകാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു എന്താ പറയുക, ഒരു എനർജിയും അതിൻ്റെ ഒരു ഇത് കിട്ടാൻ കാരണം, അതായത് പേർക്കുന്ന സപ്പോർട്ട് ഉണ്ടോ, ഫാമിലീസിൻ്റെ സപ്പോർട്ട് ഉണ്ടോ? നല്ല സപ്പോർട്ടാണ്. എനിക്ക് എല്ലാരും പറയും കാസർഗോഡത്തെ പെണ്ണുങ്ങള് എന്താ ഉള്ളിൽ തന്നെയാണ്, അവർ പുറലോകം കാണൂല, ഞങ്ങൾ കാസർഗോഡുകാർക്ക് വലിയൊരു ബുദ്ധി വിവരം ഇല്ല എന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. എനിക്കൊന്ന് അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ പെരയില് കുറച്ചും കൂടി ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആള് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് നിങ്ങളെ വീടിന് മുമ്പിൽ നിൽക്കുന്നത്. ട്രിപ്പ് പോകുന്ന സമയത്ത് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എത്രയോ ആൾക്കാരുണ്ട്. നമുക്കിനി കാസർഗോഡ് സ്ലാങ്ങിൽ തന്നെ സംസാരിക്കാം. അതായത് ഞാൻ ശരിക്കും എനിക്ക് കാസർഗോഡ് വരൂല, നീലേശ്വരായ കൊണ്ടിട്ടാ. അതായത് ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് അങ്ങനെ പോകാൻ പാടില്ല, ഒറ്റക്ക് പോകാൻ പാടില്ല, പ്രശ്നമാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. നാട്ടിൽ നിന്നോ ഫാമിലിന്നോ ഫ്രണ്ട്സിന്നോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ അങ്ങനെ ഉണ്ടായിരുന്നോ? എന്റെ ഉമ്മ പറഞ്ഞ എന്താ അറിയോ, നീ വേണം ഒറ്റക്ക് പോയിക്കോ, നീ വേറെ ആർക്കും പോകണ്ട, നീ ഒറ്റക്ക് വേണേ പോയിക്കോന്ന്. ഉമ്മ ഭയങ്കര സപ്പോർട്ട്. ഉമ്മ ഭയങ്കര സപ്പോർട്ട്. പോകുന്ന സമയത്ത് പേടിയുണ്ടോ? ഉമ്മ ഇപ്പൊ ഭയങ്കര ടെൻഷന്. ഉമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, ഏടത്തി ചോദിക്കും. എനിക്ക് നിങ്ങൾ എന്ത് ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത ടെൻഷൻ ഇപ്പൊ എന്ത് ചോദിക്കും. ഉമ്മാനും കൂടി ഞാൻ ട്രിപ്പ് പോകാൻ പഠിച്ചു. ഉണ്ട് ആ പരിപാടി ഉണ്ട്. അപ്പൊ യാത്രയിൽ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അല്ലാതെ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഇല്ല, ഇപ്പൊ ഇല്ല, നിലവിലില്ല. കണ്ടുപിടിക്കണം. യാത്രയിൽ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം. അതേ വൈബുള്ള ഒരാളാണ്, ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഞാൻ പറഞ്ഞു ചോദിക്കുന്ന, അതായത് നീ ഇപ്പൊ സോളോ ട്രിപ്പ് അടിക്കുന്നു, അതിലെന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള അനുഭവമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് യാത്ര പോയതില് ബാഡ് അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, അല്ല സോറി കേരളത്തിൽ നിന്നാണ്, പുറത്തുനിന്നല്ല. കിട്ടിയിട്ടില്ല. പുറത്തുനിന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബസ് ലേറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അനുഭവം കിട്ടിയിട്ട. പക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയത് എനിക്ക് കേരളത്തിൽ നിന്നാണ് യാത്ര ചെയ്യുമ്പോ കിട്ടിയത്. എനിക്ക് തൃശ്ശൂർ പൂരത്തിന് പോയ സമയത്താണ് കേട്ടോ ആരനുഭവം കിട്ടിയത്. തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കിൽ പെട്ടോണ്ടാ? തിരക്കുന്ന ശവത്തെ റേപ്പയും എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാനത് കണ്ടിട്ടുണ്ട്. ശ്വാസം കിട്ടാതെ വീണ സമയത്ത് എന്നെ ഇത്തിരി ഉപദ്രവിച്ച ആളെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇനി കേരളത്തിൽ ഇതുപോലെ ട്രിപ്പ് അടിക്കാൻ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്, ഇനിയും പ്ലാൻ ഉണ്ട്. ശരിക്കും നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാണാൻ ഒരുപാട് സ്ഥലമുണ്ടെന്ന് അറിയുന്നുണ്ട്. നമ്മ തന്നെ കാണാത്ത കുറെ സ്ഥലമുണ്ടെന്ന് സത്യം. അങ്ങനെ കുറെ സ്ഥലമുണ്ട്.
എല്ലായിടത്തും പോയിട്ടില്ല, ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഉറപ്പായിട്ട് അതുകൊണ്ടല്ലേ ഞാൻ ക്യാമ്പ് ചെയ്യുന്നത്. ഞാൻ കണ്ട കാഴ്ച മറ്റുള്ളവർക്കും കൂടി കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അടുത്തേക്കാണ് പ്ലാൻ? നെക്സ്റ്റ് ഇൻഷാല്ലാ മറ്റന്നാളെ ലക്ഷദ്വീപിലേക്കാണ് പ്ലാനിലുള്ളത്. ലക്ഷദ്വീപിൽ നമ്മൾ പോയിട്ടുണ്ട്, നല്ല ആൾക്കാരാണ് കേട്ടോ. ഉറപ്പായിട്ട് ഇപ്പൊ ഞാൻ പോകുന്ന പറയുമ്പോ അവിടെ എല്ലാരും ഇങ്ങനെ വിളിക്കാണ്, മെസ്സേജ് ഇടാണ്. നല്ല ആൾക്കാരാണ്. ഇന്റർനാഷണൽ ട്രിപ്പ് എന്തെങ്കിലും? ഇൻഷാല്ലാ ഓഫർ കുറെ വന്നിട്ടുണ്ട്, സെറ്റ് ആക്കണം, പോണം. എല്ലായിടത്തും ഒറ്റയ്ക്ക് തന്നെ പോകാൻ പ്ലാൻ? അല്ല, എനിക്ക് പുറത്ത് ഉമ്മാനെ കൊണ്ടുപോകണം. ഉമ്മാനെയും കൂട്ടിട്ട് പോകണം. ഉമ്മാനും കൂട്ടി പോകണം. ഇന്റർനാഷണൽ ട്രിപ്പ് പോയതിനു മുമ്പ്? ഇല്ല, ഇത് എന്റെ ഫസ്റ്റ് പുറത്ത് കേരളത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. പാസ്പോർട്ട് അടിച്ചു. സീൽ അടിച്ചിട്ടില്ല? സീൽ അടിച്ചിട്ടില്ല. അപ്പൊ ഇനി സീൽ അടിക്കട്ടെ പാസ്പോർട്ടിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്യാം, അതിന് നിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. നീട്ടിക്കൊണ്ടോന്നില്ല, കുറച്ച് സമയം മാത്രം എടുക്കുന്നുണ്ട്. എൻ്റെ അനിയൻ പറഞ്ഞ സംഭവമാണ് കേട്ടോ. അവൻ പറഞ്ഞ പിന്നെ നമുക്ക് കാര്യമായിട്ട് തോന്നിയത്, അതായത് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ പുറത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത്, ഒന്നെങ്കിൽ ലോങ്ങിന് നമ്മൾ കേരളത്തിന് പുറത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ വിടും, കേരളത്തിന് പുറത്ത് പോകുന്ന സമയത്ത് എല്ലാവരും തപ്പല് കേരള ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. മലയാളി ഫുഡ്, വീട്ടിൽ ഊണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്നോ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഫുൾ ടൈം വീട്ടിൽ ഊണ് കഴിക്കുന്നു, കേരള ഫുഡും കഴിക്കുന്നു. പക്ഷെ നമ്മൾ പുറത്ത് പോയ സമയത്ത് എന്തിനാണ് കഴിക്കുന്നത്? നമ്മൾ ആ നാട്ടിലത്തെ ടേസ്റ്റ് എല്ലാം അറിയേണ്ടതാണ്, ആ നാട്ടിലത്തെ ഫുഡെല്ലാം ട്രൈ ചെയ്യേണ്ടതെന്നില്ല ഒരു സംഭവം, ഒരു തിങ്സ് ഒന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞാനൊരു യാത്ര പോയെങ്കിൽ ഞാൻ ഹോമി ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡ് ഞാൻ കഴിക്കും. കാരണം വേറെ ഒന്നല്ല, ഞാൻ അവിടെ യാത്ര പോവാണ്, എനിക്ക് അവിടെ വല്ലതും പറ്റുക, അവിടുത്തെ ഫുഡിന്റെ ഹെൽത്തിന് ഓക്കെ ഇല്ലെങ്കിൽ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോകുന്ന ആളോട് പറയും കേരള ഫുഡ് കഴിക്കാൻ നോക്കുക, മാക്സിമം അവിടുത്തെ ഫുഡ് ഒഴിവാക്കാം. യാത്ര പോവാണ് ഞങ്ങള്, അപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലെല്ലാം ആയി പോയിട്ടുണ്ടെങ്കിൽ. ശരിയാണ്, ഞാൻ പറഞ്ഞതല്ല, നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ അതിന്റെ കൾച്ചർ കാര്യങ്ങൾ, അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കഴിക്കണം പറയില്ല. പക്ഷെ എന്റെ അഭിപ്രായം കിട്ടില്ല ഫുഡ് കേരള, മാക്സിമം നമുക്ക് ഓക്കെ ആവുന്ന ഫുഡ് ഞാൻ കഴിക്കും. അപ്പൊ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് എങ്ങനെ പോകുന്നത്? ട്രെയിനിൽ പോകും. ഈ വണ്ടി കിട്ടാത്ത സമയത്ത് പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടുണ്ട്, അതാ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഞാൻ കിടന്നിട്ടുണ്ട്, വണ്ടി ഇട്ടത് വെട്ടിയിട്ടുണ്ട്. ഗ്രാമങ്ങളിലേക്ക് എല്ലാം പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയത് ഈ മന്തില് അടിപൊളി സ്ഥലം, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. അടുത്ത നാട്ടുകാരെങ്ങനെ പാവപ്പെട്ട ആൾക്കാരാണോ? എല്ലാരും എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും പൈസ ഉള്ള ടീംസ് ആണെന്ന് തോന്നുന്നു. അവിടെ ആപ്പിൾ കൃഷി മറ്റതും, പക്ഷെ അവരത് കാണിക്കുന്നില്ല. നമ്മളില്ലെങ്കിലും അത് ഉണ്ടാക്കി കാണിക്കും, പക്ഷെ അവരങ്ങനെല്ലാം തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും യാത്രേനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ചിട്ടോ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടോ പറയാൻ ആഗ്രഹമുണ്ടോ? പറയാം. യാത്രയെ കുറിച്ചിട്ട് പറയാം. എല്ലാവരും യാത്ര ചെയ്യാം. യാത്ര ചെയ്യാൻ കുറെ പൈസ ഒന്നും വേണ്ട കേട്ടാ, ചെറിയ പൈസ. ഞാൻ ചില സമയത്തിൽ അക്കൗണ്ടിൽ 0 ബാലൻസ് വെച്ച് യാത്ര പോയിട്ടുണ്ട്. ഉമ്മ ഒരു 500 റുപ്യ ഇട്ടരോ, ഒരു 500 റുപ്യ ഇട്ടരോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊറേ പൈസ വെച്ചിട്ട് യാത്ര പോയാൽ നടക്കൂല. അപ്പൊ ചെറിയ ചെറിയ ബജറ്റിൽ വരുന്ന യാത്ര ചെയ്യാം. മാക്സിമം ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, പുതിയ അനുഭവങ്ങൾ കിട്ടും. പിന്നെ ഈ ക്യാമ്പിൽ നിന്റെ ഒരു വീഡിയോ ഞാൻ അതിന്റെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഒരാള് വാട്സപ്പിൽ വന്നിട്ട്, വാട്സപ്പിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ അറിയില്ല, വാട്സപ്പിൽ വന്നിട്ട് കൂടെ ആളെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് സംഭവം. ഇപ്പൊ നോർമൽ ചോദ്യമായി മാറിയത്. പെണ്ണിനെ സെറ്റാക്കി തരോ, എക്സ്ട്രാ പൈസ തരാം. അപ്പൊ കൊറേ യാത്ര ചെയ്യുന്ന പെണ്ണുള്ളവരെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഞങ്ങള് അയിഞ്ഞാട്ടക്കാരിയാണ് അല്ലെങ്കിൽ മറ്റു വേറൊരു രീതിയിലാണ്. അങ്ങനെയൊന്നല്ല, അവരവരെ ഡ്രീമിന്റെ പിന്നാലെ പോകുമ്പോ അത് ചെയ്യാൻ പറ്റാത്തക്ക് നമ്മൾ അയിഞ്ഞാട്ടക്കാരി പോലെ തോന്നും. ഞാൻ പറഞ്ഞ അവര് ആള് അയച്ച മെസ്സേജിന് അന്ന് നീ ശരിക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു. കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജ് ഒരുപാട് റോങ് നമ്പർ വരും. എന്റെ ബിസിനസ് നമ്പറിലേക്ക് ഒരുപാട് റോങ് നമ്പർ വരും. സ്പാം കോളാണ് കൂടുതൽ വരുന്നത്. കേസ് എടുത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും അയാളെ ഉമ്മാനെ പോലെ ഒരു പെണ്ണ് തന്നെയാണ്. ഞാനൊരു സഹോദരന്റെ സഹോദരിയാണ്. ഞാൻ നാളെ ഒരു ഉമ്മയാൻ പോകുന്നൊരു പെണ്ണാണ്. അപ്പോ അങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കാം, മാക്സിമം നല്ല രീതിയിൽ. പല ആൾക്കും അങ്ങനത്തെ ഒരു വിചാരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് ഒറ്റക്ക് നടന്നാലോ. ഇപ്പം ഞാൻ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു വ്യക്തി നമ്മളെ ഹെലൻ ഓഫ് പാട്ടൻ്റെ ആളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ കാണുന്നുണ്ടെങ്കിൽ പറയുന്നു, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് തെറിയും കാര്യമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആളെ അടുത്തിരുന്ന് സംസാരിച്ചാൽ അത്രയും നല്ല പാവം വേറെ ഉണ്ടാവില്ല നമുക്ക് തോന്നി. അയാള് വീഡിയോസിൽ അയാൾ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് കാര്യങ്ങളെല്ലാം. ഇപ്പൊ ഒരാണ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് ഒരു പെണ്ണിന് പറഞ്ഞു, ഒരു ചീത്ത പറഞ്ഞു
പെണ്ണിനെ എന്തുകൊണ്ട് പറഞ്ഞു, പെണ്ണ് പറയുമ്പോൾ മാത്രം അങ്ങനത്തെ പ്രശ്നം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഒരാണിനും ഒരിപ്പം ട്രിപ്പ് അടിച്ചിട്ട് പോകും, അതുപോലെ എന്തുകൊണ്ട് ഒരു പെണ്ണിനെ അടിച്ചുവിടാന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ പല കമൻറ്റും നെഗറ്റീവ് കമൻറ്റെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അത് കേട്ടുന്നാൽ ചിലപ്പോൾ നമ്മ ആ മൂലൊക്കെ ഉണ്ടായി എവിടെ എത്തിപ്പെടും. എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കാണത്തല്ലൊക്കെ എന്റെ മോള് കാണണമെന്ന്. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാക്കൽ ഫോർട്ടിൽ പോയില്ലേ, എന്റെ ഇച്ചടിച്ച് കുറെ അടിച്ച് ആണുങ്ങളില്ലാണ്ട് പോകുമെന്ന്. ആ ഞാനാ നിന്ന് ഒരാണിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കറങ്ങുന്നത്. ഒറ്റക്കല്ല, ചില സമയത്ത് ഫ്രണ്ട്സ് സപ്പോർട്ടാണ്. സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ, ഇല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല പോകരുതെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ ഭയങ്കര ഫോർവേഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മുമ്പത്തെ പോലെ ഞങ്ങൾ 5 മക്കളാണ്, ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ട്. അല്ല, ഞാൻ നടുവിലാണ്, മൂന്നാമത്തെ സിസ്റ്ററാണ്. എല്ലാവരും പഠിക്കുന്നത്, എല്ലാവരും വർക്ക് ചെയ്യുന്നു, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. പിന്നെ ആളെ ഇൻസ്റ്റ ഐ ഡി പറഞ്ഞു കൊടുത്തേ. ഷാക്കിറ സൈന. ഇൻസ്റ്റയിൽ എല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ ട്രിപ്പ് അടിച്ചതിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതില്ലെന്ന് തോന്നുന്നു കുറച്ച് ട്രിപ്പുള്ള. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം കാണാം. പിന്നെ ഇടക്കിടക്ക് ക്യാമ്പ് വെക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡത്തെ കുറെ പൊണ്ണുങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യുന്ന. അതല്ല എനിക്ക് ഏറ്റവും സന്തോഷമായത്, മണാലിയില് ലാസ്റ്റ് എന്റെ ബാച്ചില് ഒരു ഉമ്മാവും മോളും വന്നു. ആ മോളാണ് ആദ്യമായിട്ട് പുറലോകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവള് പറഞ്ഞത് നിന്റെ ഉമ്മാനെ നീ കൊണ്ടുവന്ന് കാണുമ്പോ എനിക്ക് ആഗ്രഹമായി. അപ്പൊ ഇതുപോലെ കുറെ ഉമ്മമാര് പുറം ലോകം ഒന്ന് കാണാത്ത ആൾക്കാരുണ്ട്, അപ്പൊ എല്ലാരും കാണട്ടെ. പിന്നെ അതുപോലെ പുറയിലിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാരും ഇത് കണ്ടിട്ട് എൻ്റെ ഓള് ചിലപ്പോൾ പരക്കുന്ന ആളെടുക്കും, നാളെ എന്താ കൊണ്ടുപോകാൻ ഞാൻ പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോകലുണ്ട്. അപ്പോൾ ചില സമയത്ത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, ഹെൽത്ത് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ല ട്രിപ്പ് പോകണമെന്ന് അതിൻ്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം എപ്പോഴെങ്കിലും ക്യാമ്പിൽ കൂടാ ഫാമിലി ആയിട്ട്. അപ്പോൾ കാണാം. ബൈ.